ഹരേ കൃഷ്ണ. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. എല്ലാ ആത്മമിത്രങ്ങൾക്കും വിഷു ആശംസകൾ. നമ്മൾ ഇന്ന് 2026 വിഷു ഫലത്തിലേക്കാണ് കടക്കുന്നത്. പ്രിയ മിത്രങ്ങളെ, വിഷുവിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദിത്യൻ മേടത്തിൽ ഉച്ചനായി വരുന്ന സമയത്തിനെയാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. അതായത് ഒരു ജാതകാൽ 2 പ്ലാനറ്റ്സാണ് നമ്മളെ അനുഭവയോഗം, ഭാഗ്യം, അനുഗ്രഹങ്ങൾ തരേണ്ടത്. ഒന്ന് ആദിത്യൻ, മറ്റൊന്ന് വ്യാഴം. അതിൽ ആദിത്യൻ നമുക്ക് ഇപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് വരികയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. രണ്ടാമത്തേത്, കഴിഞ്ഞ ഏകദേശം ഒരു വർഷമായിട്ട് പല കാര്യങ്ങളിലും ധനപരമായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് തടസ്സവും, പല കാര്യങ്ങളും അടുത്തെത്തി നമുക്ക് കയ്യെത്തി വായെത്തിയില്ലെന്ന് പറഞ്ഞ കണക്ക് പല ഭാഗ്യങ്ങളും അടുത്തെത്തി ഉപയോഗിക്കാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോയൊരു കാലമാണ് കടന്നുപോയത്. ആർക്ക്? കർക്കിടകക്കൂറുകാർക്ക്. നമ്മളിന്ന് കർക്കിടകക്കൂറിനെയാണ് പറയുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ കർക്കിടകക്കൂറുകാർ എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയം ആയില്യംകാരാണ്. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റത്തിൻ്റെ നമ്മളെന്ത് പറയും, മാറ്റത്തിൻ്റെ പെരുമഴക്കാലമൊന്നും ഞാൻ പറയില്ല, മാറ്റത്തിൻ്റെ ഒരു കുളിർമ വരുന്നൊരു കാലം എന്ന് വിചാരിച്ചാൽ മതി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ൽ നിന്ന് വ്യാഴം ഈ വർഷം എന്തായാലും നിങ്ങൾക്ക് 12 എന്നുള്ള നഷ്ടസ്ഥാനമാണ്. ധനപരമായിട്ട് എത്രയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും കയ്യിൽ നിൽക്കത്തില്ല. വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കും. ധനം പല രീതിയിൽ നമ്മളെ നഷ്ടപ്പെടും. ചില അനാവശ്യമായ കാര്യങ്ങളിൽ, രോഗകാര്യങ്ങളിൽ, അതുപോലെ അങ്ങനെ ചിലവഴിഞ്ഞു. കാശ് വരാതിരുന്നിട്ടില്ല, വന്നിട്ടുണ്ട്, പക്ഷേ അത് നിലനിൽക്കത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കാശ് നിങ്ങളെ 9ാം ഭാവാധിപതി കൂടിയാണ്. അപ്പോൾ ഭാഗ്യങ്ങളെല്ലാം അടുത്തെത്തി ബ്ലോക്ക് ചെയ്തു. ഇനി അത് മാറുകയാണ്, ജന്മത്തിലേക്ക് വരുന്നു. ജന്മത്തിൽ വരുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. കാരണം രോഗപീഠകൾക്ക് ആശ്വാസം, നമ്മുടെ സ്ഥാനമാനങ്ങൾ തിരിച്ചു കിട്ടും, ബഹുമാനം കിട്ടും. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന, പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കൊക്കെ ഇപ്പോൾ സമയം നല്ലതാണ്. ഈ വിഷുവോടുകൂടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ പുതിയ അവസരങ്ങൾ, പുതിയ സ്ഥാനമാനങ്ങൾക്കുള്ള വഴി, ഇതെല്ലാം തെളിഞ്ഞു വരും. ജൂൺ കഴിയുമ്പോൾ ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തും. ഇനി കർമ്മസ്ഥാനത്ത് നിങ്ങൾക്കിപ്പോൾ ശുക്രൻ നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ ജോലിയിൽ മാറ്റമോ അല്ലെങ്കിൽ ജോലിയിലുള്ള ഒരു പുതിയ ഉയർച്ചയോ പ്രമോഷനോ ഗുണകരമായ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ അതെല്ലാം വന്നെത്തും. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, ബിസിനസ്സുകാരെ സംബന്ധിച്ച് മോശമൊന്നുമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പുതിയ പ്രോജക്റ്റും കാര്യം അടുത്ത് വന്ന് നമുക്ക് നടത്താൻ പറ്റാതെ പോയൊക്കെ, അതായത് നമ്മുടെ സ്വപ്ന പദ്ധതികളെല്ലാം നടപ്പിലാക്കാൻ പറ്റുന്നൊരു കാലഘട്ടം വരികയാണ്. വിഷു മുതൽ അങ്ങോട്ട് നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി മറ്റൊന്ന്, ഇതെല്ലാം പൂർണ്ണമായിട്ടും നമുക്ക് അനുഗ്രഹത്തിൽ വരുമെന്ന് വെച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ഇതിനുള്ള അവസരങ്ങളും കാര്യങ്ങളും വരും. അത് യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് പോയാൽ ക്രമേണ കൊണ്ട് അത് പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് എത്തും. അതിൻ്റെ കാരണം 2-ൽ കേതു നിൽക്കുന്ന സമയമാണ്. 2 എന്നുള്ള ധനം, കുടുംബം, വാക്ക്. പല കാര്യങ്ങളിൽ നമ്മൾ വാക്ക് കൊണ്ട് വളരെ ശ്രദ്ധിച്ചേ പറ്റൂ. ചിലപ്പോൾ നമ്മൾ വെറുതെ തമാശയ്ക്ക് പറഞ്ഞ ഒരു വാക്കായിരിക്കും നമുക്ക് വരുന്ന ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇനി ഒരു വർഷത്തെ കേതു മാറുന്നത് വരെ വാക്കുകളിൽ വളരെ ശ്രദ്ധിക്കണം. മനുഷ്യൻ്റെ ജീവിതം വിജയിപ്പിക്കുന്നതും ജീവിതം പരാജയപ്പെടുത്തുമായ ഒരു വലിയ ഘടകമാണ് വാക്ക്. അതായത് നമുക്ക് നമ്മളെ തല്ലാൻ വരുന്ന ആളിന് പോലും അയ്യോ പാവം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് കൊണ്ട് നമുക്കത് ഒഴിവാക്കിയെടുക്കാം. വെറുതെ പോകുന്ന അടി വാങ്ങിച്ച് പിടിക്കുന്നതും നമ്മുടെ വായിൽ കിടക്കുന്ന നാക്കാണ്. അപ്പം വാക്ക് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരാളിന് വാക്കിൽ സംയമനം ഒരാൾ ജീവിതത്തിൽ വിജയിക്കും. പ്രത്യേകിച്ചും ഇപ്പോഴും വാക്കിൽ സംയമനം ഏറ്റവും ആവശ്യമുള്ളത് ഞാൻ ഈ പറഞ്ഞ കർക്കിടകക്കൂറുകാരായ, പ്രത്യേകിച്ച് അതിനകത്ത് പുണർദ അവസാന പാദം വിടുക, പൂയം ആയില്യംകാർ വളരെ ശ്രദ്ധിക്കണം വാക്കുകൊണ്ട്. കാരണം നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നവരെ പോലും നമുക്ക് പിണക്കേണ്ട അവസരം വന്നു ചേരും എന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. ഇനി മറ്റൊന്ന്, നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ആദിത്യൻ, ചൊവ്വ, ബുധൻ, ശനി. എന്ത് വേണം? കർമ്മത്തിൽ ഒരുപാട് ചേഞ്ച് വരും, പുതിയ പദ്ധതികൾ വരും. ആദിത്യൻ നമുക്ക് ഈ നമ്മളെ ഭാഗ്യങ്ങൾ കൊണ്ടുതരേണ്ട, സർക്കാർ രേഖകൾ കൊണ്ടുതരേണ്ട, സർക്കാരിൽ നിന്ന് പദ്ധതികൾ കൊണ്ടുതരേണ്ട,
നമുക്ക് ലോണും ലൈസൻസും ഒക്കെ കൊണ്ടുതരേണ്ട ആദിത്യൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ നിൽക്കുകയാണ്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഒരുപാട് ചേഞ്ച് വരുന്ന സമയമാണ്. നമ്മുടെ ഇതുവരെയുള്ള ഒരുപാട് അരക്ഷിതാവസ്ഥകൾ, കഷ്ടതകളൊക്കെ നീങ്ങുകയാണ്. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ, അവിടെ നമുക്ക് ആദിത്യനും ബുധനും നിപുണയോഗം ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ നൈപുണ്യം കൊണ്ട് നിങ്ങളുടെ കഴിവുകൾ കണ്ടിട്ട് പ്രൊമോഷൻ കിട്ടാം. നിങ്ങൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ നിങ്ങളെ വിശ്വസ്തരായ ചില ആൾക്കാർ ഏറ്റെടുത്ത് നിങ്ങളെ വിജയിപ്പിച്ച് നിങ്ങളെ കൂടെ നിർത്താൻ തയ്യാറാവും. ഇതിലെല്ലാം യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് വിജയിക്കണം. ഇനി മറ്റൊന്ന്, നമ്മളെപ്പോഴും പറയാറില്ലേ, നമ്മുടെ ജീവിതം മാത്രമല്ലല്ലോ, നമ്മുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളും കൂടിയാണ്, സന്താനങ്ങൾ. അവരുടെ ജീവിതത്തിൽ വളരെ ഗുണം വരുന്നൊരു സമയമാണ്. അവരുടെ പഠനം, വിദേശയാത്ര, അവരുടെ ഇതിലെല്ലാം നമുക്ക് സന്തോഷിക്കാവുന്ന അവസരം. അതിനുവേണ്ടി പരിശ്രമിക്കാം. തീർച്ചയായിട്ടും സന്താനങ്ങളെ കൊണ്ട് ഗുണകരമായ അവസ്ഥ വരും. അതുപോലെ നമുക്ക് ഭൂമിപരമായിട്ടോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റോ പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റിലൊക്കെ ഇടപെട്ടവർക്ക് സമയം നല്ലതാണ്, അനുകൂലമാണ്. നമ്മുടെ ജന്മത്തിലേക്ക് ജൂണിൽ വ്യാഴം വരുന്നത് വെറുതെ വരികയല്ല, ഉച്ചനായിട്ടാണ്. ഉച്ചനായിട്ടെന്ന് പറഞ്ഞാൽ സർവശക്തനായിട്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വ്യാഴം നിന്നത് ഒരു പിന്നെ മേയറായിട്ടോ അല്ലെങ്കിൽ കൗൺസിലറായിട്ടോ ആണെങ്കിൽ ഇപ്പം വരുന്ന ഉച്ചനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അദ്ദേഹം മന്ത്രിയായിട്ടാണ് പറഞ്ഞത്. എല്ലാ രീതിയിലും നമ്മളെ സഹായിക്കാൻ പറ്റും. മാത്രമല്ല ഉച്ചനായ വ്യാഴം വലിയ അനിഷ്ടം ചെയ്യത്തുമില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അദ്ദേഹം ഒരുപാട് വലിയ പൊസിഷനിലെത്തി. അപ്പോൾ താഴോട്ടുള്ള പാവങ്ങളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് വേറെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വലിയ വലിയ ഡീലിങ്സാണ്. ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തിയാൽ ജീവിതത്തിൽ ഹെൽത്ത് വൈസ് അതുപോലെ തന്നെ ധനപരമായിട്ടൊക്കെ പുതിയ പദ്ധതികൾ വന്നെത്തും. ഉടനെ ധനം വരില്ല കേട്ടോ. കടബാധകളൊക്കെ തീർത്ത് ധനം വരാനുള്ള വഴികൾ തെളിഞ്ഞു വരും. അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തി എടുത്താൽ 2027 ഗുണം ചെയ്യും. ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ജ്യോതിഷത്തിലെല്ലാവരും എന്നെ കോൺടാക്ട് ചെയ്യുന്നവർ വാട്സാപ്പിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ അധികം കോൾ അറ്റൻഡ് ചെയ്യാറില്ല, അതുകൊണ്ട് വാട്സാപ്പിൽ ചോദ്യങ്ങളായിടുന്നത്. എൻ്റെ ജാതകപ്രകാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ന കാര്യങ്ങളിൽ ബ്ലോക്കാണ്, ധനപരമായി അല്ലെങ്കിൽ ജോലിയിൽ, ഇനിയെങ്കിലും ഞാൻ നന്നാകുമോ, അല്ലെങ്കിൽ എനിക്കൊരു നല്ല കാലം വരുമോ? ഈ നല്ല കാലം തരേണ്ടത് പ്ലാനറ്റ്സ് ഒന്നുമല്ല, നമ്മളാണ് നല്ല കാലം ഉണ്ടാക്കിയെടുക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജ്യോതിഷം നമുക്കൊരു ഗൈഡ് ലൈൻ മാത്രമാണ്. നമ്മൾ അതിനകത്ത് നമ്മളെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് നമ്മളെ പ്ലാനിങ് കൊണ്ട് അതിനെ വിജയിപ്പിക്കണം. എങ്ങനെയാണ് പ്ലാനിങ്? നമ്മുടെ നല്ല സമയത്ത് നമ്മൾ ധ്യാനം, ഈ പ്രാർത്ഥന, ഈശ്വരാധീനം കൊണ്ട് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, അതായത് ഇതെല്ലാം നമ്മളെപ്പോഴും പറയാറില്ലേ, ആ കോസ്മിക് എനർജിയുടെ കളിയാണ്. നമ്മുടെ ഉള്ളിൽ ജീവൻ പ്രവർത്തിക്കുന്നത്, നമ്മളെ അവയവങ്ങൾ പ്രവർത്തിക്കുന്ന പോലും നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഹൃദയം ഇടിക്കുന്ന പോലും ആ പ്രപഞ്ചശക്തി അത് ചെയ്യിപ്പിക്കുകയാണ്. സെയിം ആ പ്രപഞ്ചശക്തിക്ക് നിരക്കുന്ന രീതിയിൽ ജീവിച്ചാൽ കുഴപ്പമില്ല. ദാറ്റ് മീൻസ് ഇപ്പം ന്യൂട്ടൻ്റെ തിയറി പറഞ്ഞ പോലെ നമ്മൾ ഒരു എറി അങ്ങോട്ട് കൊടുത്താൽ ആ എറി തിരിച്ച് നമ്മളിൽ വന്ന് കൊള്ളും. അപ്പോൾ നമ്മൾ നല്ല കാര്യമാണ് ചെയ്താൽ നല്ലത് തിരിച്ചു വരും, നെഗറ്റീവ് ചെയ്താൽ നെഗറ്റീവ് വരും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ നല്ല സമയത്തും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തും അഹങ്കരിക്കാതെ ക്ഷമയോടെ മറ്റുള്ളവർക്ക് ഒരു ഗുണവും ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാതിരുന്നാൽ മതി. അങ്ങനെ നമ്മുടെ കാര്യം ഭംഗിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, നാളേക്ക് വേണ്ടിയുള്ള പ്ലാനിങ് ഉണ്ടായാൽ വലിയ അവസ്ഥയിലെത്തിയ എല്ലാവരും അങ്ങനെയാണ്. വലിയ വലിയ കോടീശ്വരന്മാരായ ബിസിനസ്സുകാരൊന്നും ഒരു സുപ്രഭാതത്തിൽ അവർ അങ്ങനെ ആയതല്ല. അവരെല്ലാം പ്ലാനിങ്, അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം, അതിനുള്ള യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് വിജയിച്ച് മുന്നേറിയവരാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധി കഴിയുമ്പോൾ അവരുടെ ആ വിജയത്തിൽ പ്ലാനറ്ററി പൊസിഷൻ അവർക്ക് ഒരു ദോഷവും ചെയ്യുന്നില്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ആ അവസ്ഥയിൽ എത്തുമ്പോഴും ബുദ്ധി ഉള്ള അവരെല്ലാം എന്ത് ചെയ്യും? പോസിറ്റീവ് എനർജി വർദ്ധിപ്പിച്ച് തന്നെ അങ്ങനെ മുന്നോട്ട് പോകും. അതുപോലെ നമ്മളെ ജീവിതത്തെ വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന പദ്ധതികളും കാര്യങ്ങളും വരുന്ന സമയമാണ്. കലാകാരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ, പുതിയ പിന്നെ എന്താ പറയുക, അനുമോദനങ്ങൾ, പദവികൾ, നിങ്ങളെ ഒരുപാട് പേര് ആദരിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്നൊരു കാലം വരികയാണ്. തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഈ ഒറ്റ വാക്കിൽ പറഞ്ഞേക്കാം, വളരെ നല്ല ഒരു വിഷുഫലമാണ് നിങ്ങൾക്കുള്ളത്. കഴിഞ്ഞ വിഷു പോലല്ല ഈ വിഷു. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആ പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങളുടെ
ചോദ്യങ്ങൾക്ക് ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തരാം. കോള് അധികം അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തതിൽ ക്ഷമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും തന്ന് നമുക്ക് തരുന്ന എല്ലാ സപ്പോർട്ടും നമ്മുടെ ഒരു കുടുംബത്തെ പോലെ മുന്നോട്ട് പോകുന്നതിന് എല്ലാ രീതിയിലും എൻ്റെ പ്രാർത്ഥനയുണ്ട്. അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും വിഷുഫലം നന്നായിരിക്കട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും.